ഭീകരതയ്ക്ക് മുന്നിൽ മുട്ടുമടക്കില്ല എന്ന് രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറയുമ്പോഴും അതിലും വലിയ വാർത്തകൾ കാശ്മീരിൽ നിന്നും മറനീക്കി പുറത്തു വരുന്നുണ്ട്. വിനോദസഞ്ചാര മേഖലയിൽ ഭീകരാക്രമണം ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട് എന്ന വിവരം രഹസ്യാന്വേഷണ ഏജൻസികൾ നൽകിയിരുന്നു എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ സൂചന ശരിയാണെങ്കിൽ എന്തുകൊണ്ട് വിനോദസഞ്ചാരികൾ ഒഴുകിയെത്തുന്ന പെഹൽഗാമിലെ ഭീകരാക്രമണം നടന്ന ബൈസരൺ താഴ്വരയിലേക്ക് സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിപ്പിച്ചില്ല? മതിയായ സുരക്ഷാ സേന ഉണ്ടായിരുന്നില്ല. 2 ടീമായിരുന്ന CRPFനെ കഴിഞ്ഞ വർഷം അവിടെ നിന്നും മാറ്റിയിരുന്നു. എല്ലാ ഇന്റലിജൻസ് സംവിധാനങ്ങളും ഉണ്ടായിട്ടും പൈൻമരക്കാടുകളിലൂടെ ഭീകരവാദികൾ നുഴഞ്ഞു കയറിയത് കണ്ടുപിടിക്കാനായില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ചോദ്യം കൂടി ബാക്കിയാകുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച ശ്രീനഗറിൽ അമിത്ഷായുടെ നേതൃത്വത്തിൽ സുരക്ഷാ റിവ്യൂ യോഗം എന്ന ഒരു യോഗം നടന്നിരുന്നു. കാശ്മീരിന്റെ സുരക്ഷയെ മുൻനിർത്തിക്കൊണ്ട് നടക്കുന്ന ചർച്ചയിൽ ഒരുപക്ഷെ അതേ കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പങ്കെടുത്തിരുന്നില്ല. മനഃപൂർവ്വം മാറ്റി നിർത്തുകയാണ് ഉണ്ടായത്. അതെന്തിനാണ്? കാശ്മീരിന്റെ തലവനെ മാറ്റിക്കൊണ്ട് കേന്ദ്രത്തിന്റെ ആഭ്യന്തരമന്ത്രി എന്ത് സുരക്ഷാ ചർച്ചയാണ് ശ്രീനഗറിൽ നടത്തിയത്? രാജ്യം ഭരിക്കുന്നവർ ഉത്തരം പറഞ്ഞേ മതിയാകുള്ളൂ. സർവകക്ഷി യോഗം ഇന്ന് വൈകിട്ട് നടക്കാനിരിക്കവേ പ്രതിപക്ഷത്തിന് മുൻപിൽ അമിത്ഷായ്ക്ക് കാര്യകാരണങ്ങൾ സഹിതം വിശദീകരിക്കേണ്ടി വരും. സുരക്ഷാ റിവ്യൂ യോഗം അമിത്ഷായുടെ നേതൃത്വത്തിൽ നടന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും ഭീകരവാദികൾ ആക്രമണം അഴിച്ചുവിട്ട് സിവിലിയന്മാരായ 28 പേരുടെ ജീവനാണ് പൊലിഞ്ഞത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് സമയത്ത് അമിത്ഷാ ചോദിച്ച ഒരു ചോദ്യമുണ്ട്: കാശ്മീർ പൂർണ്ണ സുരക്ഷിതമല്ലേ? ഇവിടെ ഒരു വെടിയുണ്ട ശബ്ദമെങ്കിലും കേൾക്കാറുണ്ടോ എന്നതായിരുന്നു അത്. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷം കാശ്മീർ പൂർണ്ണ സുരക്ഷിതമാണ് എന്ന് വിനോദസഞ്ചാരികൾക്ക് വരാമെന്നും ഒക്കെ വലിയ വായിലായിരുന്നു നാം ആഭ്യന്തരമന്ത്രി പറഞ്ഞിരുന്നത്. എന്നാൽ ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞതിന് ശേഷം ഭീകരവാദ ആക്രമണങ്ങൾ ഒട്ടും കുറഞ്ഞിട്ടില്ല എന്ന് കോവിഡ് കാലത്ത് പോലും 250-ന് മുകളിൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 21-ാം നൂറ്റാണ്ട് പിന്നിട്ട് 25 വർഷങ്ങൾ തികയുമ്പോൾ ഏറ്റുമുട്ടലുകളിലും ഭീകര ആക്രമണങ്ങളുമായി ജമ്മു കാശ്മീരിൽ കഴിഞ്ഞ 25 വർഷങ്ങളിലെ കൊല്ലപ്പെട്ടത് 22,417 പേരാണ്. സൗത്ത് ഏഷ്യ ടെററിസം പോർട്ടലിന്റെ കണക്കാണിത്. ഇതനുസരിച്ച് 25 വർഷത്തിനിടെ ഏറ്റവും കുറഞ്ഞ മരണങ്ങൾ രേഖപ്പെടുത്തിയത് 2012-ലായിരുന്നു, 121. അതായത് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി UPA ഭരണകാലത്താണ് ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയത്. 2024-ൽ 61 സംഭവങ്ങൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തതെങ്കിലും 127 മരണങ്ങൾ സംഭവിച്ചു. ഈ വർഷം 12 സംഭവങ്ങളിലായി 27 സിവിലിയന്മാരും 8 സുരക്ഷാ ഉദ്യോഗസ്ഥരും 13 ഭീകരരും കൊല്ലപ്പെട്ടു. ആകെ മരണം 49. ഇത്തരത്തിൽ കണക്കുകൾ കേന്ദ്രത്തിന്റെ ശക്തമായ ഇടപെടൽ ഉണ്ടായിട്ട് പോലും ഭീകരാക്രമണം ഗണ്യമായി കുറഞ്ഞു എന്ന് പറയാൻ പറ്റില്ല.